കോഴിക്കോട് താമരശ്ശേരിയിൽ 9 വയസ്സുകാരി മരിച്ചത് മസ്തിഷ്ക ജ്വരം ബാധിച്ചെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മരണത്തിൽ താമരശ്ശേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. വിവരങ്ങളുമായി ചേതൻ സാജൻ ചേരുകയാണ്. ചേതൻ, ഈ കുട്ടിയുടെ മരണത്തെ തുടർന്ന് പനി സർവേയൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോഴാണ് ഒരു മരണകാരണം മസ്തിഷ്ക ജ്വരം എന്നുള്ളൊരു പ്രാഥമിക വിവരം ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. അതെ സിന്ധൂരി, കോഴിക്കോട് പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ താമരശ്ശേരിയിൽ 9 വയസ്സുകാരി മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പ്രകാരം മരണകാരണം മസ്തിഷ്ക ജ്വരമാണെന്നാണ് കണ്ടെത്തൽ. അത് അമീബിക് മസ്തിഷ്ക ജ്വരമാണോ എന്ന കാര്യത്തിൽ നിലവിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഇത് കണ്ടെത്താൻ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയക്കുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വ്യാഴാഴ്ചയാണ് 4ാം ക്ലാസ് വിദ്യാർത്ഥിനി അനയ വൈകിട്ടോടെ മരിച്ചത്. പനി ബാധിച്ചതിനെ തുടർന്ന് രാവിലെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഛർദിയും പനിയും മൂർച്ഛിച്ചതോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൂടുതൽ വിദഗ്ധ ചികിത്സക്കായി മാറ്റിയത്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ ആയില്ല. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലവിൽ ആരോഗ്യവകുപ്പ് പനി സർവേ ഈ പ്രദേശത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ സ്രവ സാമ്പിളുകൾ കൂടുതൽ പരിശോധനക്കായി നിലവിൽ അയച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ മരണത്തിൽ താമരശ്ശേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പരിശോധനയ്ക്ക് അയച്ച ആന്തരിക അവയവങ്ങളുടെ പരിശോധന ഫലം പുറത്തു വന്നാൽ മാത്രമേ മരണകാരണത്തെ കുറിച്ച് കൂടുതൽ വ്യക്തത കൈവരുകയുള്ളൂ. സിന്ധൂരി.